ഈ തെരഞ്ഞെടുപ്പിൽ ബി.ജെ.പി. പിന്നോട്ടു പോകുന്ന ഒരവസ്ഥയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത്. ഹരിയാനയിൽ കോൺഗ്രസ് അധികാരത്തിലെത്തുമെന്ന് ഏതാണ്ട് ഉറപ്പായി കഴിഞ്ഞു. ആദ്യ ഫലസൂചനകൾ കോൺഗ്രസിന് വൻ ഭൂരിപക്ഷമാണ് നൽകുന്നത്. ജമ്മുകാശ്മീരിലും ബി.ജെ.പി. ഇതര സർക്കാരിനുള്ള സാധ്യതയാണ് തെളിയുന്നത്. അവിടെ തൂക്കു സർക്കാർ ഉണ്ടാകുന്നുണ്ടെങ്കിൽ പോലും ബി.ജെ.പി. വിരുദ്ധ പാർട്ടികൾ ഒരുമിക്കാനുള്ള സാധ്യതയാണ് തെളിയുന്നത്. ഹരിയാന, ജമ്മുകാശ്മീർ നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ രാവിലെ 8 മണിക്ക് തന്നെ ആരംഭിച്ചു. പിന്നാലെ തന്നെ വ്യക്തമായ സൂചനകൾ പുറത്തുവന്നു. മോദി പ്രഭാവം 2 തെരഞ്ഞെടുപ്പിലും കാണാനില്ല. എന്നാൽ രാഹുൽ ഗാന്ധിക്ക് വലിയ പ്രതീക്ഷയാണ് ഈ തെരഞ്ഞെടുപ്പ് ഫലങ്ങൾ. 90 സീറ്റ് വീതമുള്ള ഹരിയാനയിലും ജമ്മുകാശ്മീരിലും യഥാക്രമം കോൺഗ്രസിനും ഇന്ത്യ സഖ്യത്തിനുമാണ് എക്സിറ്റ് പോൾ സാധ്യത പ്രവചിച്ചതെങ്കിലും ബി.ജെ.പി. ക്യാമ്പുകളിലും ആത്മവിശ്വാസത്തിന് കുറവുണ്ടായിരുന്നില്ല. ഹരിയാനയിൽ 49-55 സീറ്റ് ലഭിക്കുമെന്നാണ് കോൺഗ്രസിന്റെ പ്രതീക്ഷ. 46 സീറ്റാണ് കേവല ഭൂരിപക്ഷത്തിന് വേണ്ടത്. എക്സിറ്റ് പോൾ ശരിവയ്ക്കും വിധമാണ് ഫലം വന്നിരിക്കുന്നത്. ഹരിയാനയിൽ പ്രാദേശിക കക്ഷികൾ ഇല്ലാതാകുന്ന ചിത്രവും തെളിയുന്നു. ജമ്മുകാശ്മീരിൽ ഇന്ത്യ സഖ്യത്തിന് എക്സിറ്റ് പോളുകൾ മുൻതൂക്കം പ്രഖ്യാപിച്ചിട്ടുണ്ടെങ്കിലും വോട്ടവകാശമുള്ള 5 പേരെ നാമനിർദ്ദേശം ചെയ്യാനുള്ള ഗവർണറുടെ നീക്കത്തെ കോൺഗ്രസ് കരുതലോടെ കാണുന്നു. തൂക്കുസഭയാണ് വരുന്നതെങ്കിൽ PDPയുടെയും ചെറുകക്ഷികളുടെയും സീറ്റുകളാകും ഭരണം നിശ്ചയിക്കുക. ഹരിയാനയിലും ജമ്മുകാശ്മീരിലും തോറ്റാൽ ബി.ജെ.പി. കടുത്ത പ്രതിസന്ധിയിലാകും.